വിശദമായി തന്നെ നോക്കാം. സംസ്ഥാനത്ത് IAS തലപ്പത്തിൽ അഴിച്ചുപണി. രാജൻ ഗൊബ്രഗഡെ ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാകും. ബിജു പ്രഭാകറാണ് പുതിയ KSCB ചെയർമാൻ. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും D ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, IAS തലപ്പത്ത് എന്തൊക്കെ അഴിച്ചുപണിയാണ് നടന്നിരിക്കുന്നത്? ആർക്കൊക്കെയാണ് പുതിയ ചുമതല? ശ്രുതി, പ്രധാനമായും മുതിർന്ന 3 IAS ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ ഒരു സ്ഥാനചലനം ഉണ്ടായിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയും. നേരത്തെ വിവിധ പ്രമുഖമായ പല വകുപ്പുകളുടെയും ചുമതലയേറ്റിരുന്ന ആളുകൾക്കാണ് മാറ്റം നൽകിയിരിക്കുന്നത്. KSCBയുടെ ചെയർമാനായിരുന്ന രാജൻ N ഗൊബ്രഗഡയെ ഹെൽത്തിന്റെ ആരോഗ്യത്തിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചു. ആ സ്ഥാനത്തേക്ക്, അതായത് KSCB ചെയർമാന്റെ സ്ഥാനത്തേക്ക് ബിജു പ്രഭാകറാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് നേരത്തെ വിവിധ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട ഉള്ള ചുമതലയായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം PA മുഹമ്മദ് ഹനീഷിനാണ്. അദ്ദേഹത്തെ ആരോഗ്യ വകുപ്പിൽ നിന്നും നേരെ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ വ്യവസായ വകുപ്പിന്റെ ചുമതലയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ വാസുകി IASന് നോർക്കയുടെ പൂർണ്ണ ചുമതലയുള്ള സെക്രട്ടറിയാക്കിയും മാറ്റിയിരിക്കുന്നു. അത്തരത്തിൽ 4 IAS ഉദ്യോഗസ്ഥർക്കാണ് മാറ്റം വന്നിരിക്കുന്നത്. കാരണം KSCBയുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ, പ്രശ്നങ്ങളൊക്കെ നേരത്തെ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഒരു KSCBയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് ബിജു പ്രഭാകരനെ എത്തിക്കുന്നത്. നേരത്തെ അദ്ദേഹം KSRTCയിലുണ്ടായിരുന്ന സമയത്ത് വേറെ അധികം പ്രശ്നങ്ങളും വിവാദങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. തുടർന്ന് അദ്ദേഹം അവധിയിൽ പോവുകയും പിന്നീട് അദ്ദേഹം വ്യവസായ വകുപ്പിന്റെ ചുമതലയിലേക്ക് വരികയുമായിരുന്നു. അദ്ദേഹത്തിനാണ് ഇപ്പോൾ KSCBയുടെ പൂർണ്ണ ചുമതലയിലെ CMDയും ചെയർമാനുമായി എത്തുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒപ്പം മുഹമ്മദ് ഹനീഷിനെ ആരോഗ്യ വിഭാഗത്തിൽ നിന്ന് മാറ്റി വ്യവസായ വകുപ്പിന്റെ ചുമതലയിലേക്ക് എത്തുന്നു. ശ്രുതി, വ്യക്തമാണ്. വിവരങ്ങളാണ് D ബിനോയ് നൽകിയത്.